നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എന്തായാലും ഇന്ന് വ്യത്യസ്ത വിഷയങ്ങൾ വ്യത്യസ്ത കോടതികൾക്ക് മുന്നിലെത്തുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ജാമ്യം നൽകരുത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ SIT സംഘം രംഗത്ത് വരുന്നുണ്ട്. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് തന്ത്രിക്ക് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിവേഷം ഉപയോഗിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇനിയും അന്വേഷിക്കാനുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് SIT സംഘം പ്രധാനമായും പറയുന്നത്. മറ്റൊന്ന്, ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ റിമാൻഡിലാണ്. രാഹുലിൻ്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് സമർപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഈ പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം ഈ ജാമ്യാപേക്ഷ, അതായത് പ്രതിഭാഗത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാം എന്നുള്ളൊരു നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുലിനും ഇന്ന് നിർണായകമാണ്. ഇനി അഥവാ ഈ കസ്റ്റഡിയിലേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. തിരുവല്ലയിലെ ഈ യുവതി ആരോപിച്ച, അല്ലെങ്കിൽ അതിജീവിത ആരോപിച്ച ഹോട്ടലിലടക്കം എത്തിച്ച് തെളിവെടുക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. മറ്റൊന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസാണ്. കഴിഞ്ഞ കുറേ കാലമായി വലിയ ചർച്ചയായി കേരളത്തിലടക്കം മാധ്യമങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചർച്ച ചെയ്യുന്ന മാസപ്പടി കേസ്. ആ മാസപ്പടി കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് ഈ അന്തിമവാദം തുടരുകയാണ്. അങ്ങനെ ഈ 3 കേസുകൾ വ്യത്യസ്ത കോടതികൾ പരിഗണിക്കുമ്പോഴും ഈ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുമൊക്കെ വളരെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിലെടുത്തു പറയുന്നത്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ഔദ്യോഗികമായി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. പ്രധാനമായും കോൺഗ്രസിനെ നിയോഗിച്ച നിരീക്ഷകർ മധുസൂദൻ മിസ്ത്രി അടക്കമുള്ളവർ ഇന്ന് കേരളത്തിലേക്ക് എത്തും. ആദ്യഘട്ട സീറ്റ് ചർച്ച ഇന്ന് ആരംഭിക്കും. ഇന്ന് നാളെയും അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി ശബരിമലയിലേക്ക് പോവുകയാണെങ്കിൽ ഭക്തിസാന്ദ്രമായിരിക്കുന്നു സന്നിധാനം എന്ന് പറയേണ്ടി വരും. കാരണം നാളെ മകരവിളക്കാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട്. തീർത്ഥാടകരെ വരവേൽക്കാൻ സന്നിധാനവും പരിസരവും പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും. എന്തായാലും ഈ ഭക്തർക്കുള്ള നിയന്ത്രണം ഇപ്പോൾ തന്നെ ഇന്നു മുതൽ ആരംഭിക്കുമെന്നുള്ളതാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്.